ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്, ദാരിദ്ര്യമാണ്. എങ്കിൽ നിങ്ങൾക്കിതാ ഒരു പരിഹാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ വരുന്ന ആളുകളുണ്ടാകും. ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കുന്ന ആളുകൾ. അവർക്കൊരു ദുആ ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ജീവിതത്തിൽ എല്ലാ സമയത്തും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അപകടങ്ങളും ഒക്കെയാണ്, വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് ഒരു ദുആഇനെ പറഞ്ഞു കൊടുത്തു. കേൾക്കണോ നിങ്ങൾക്ക് ആ ദുആ? നിങ്ങൾ ആ ദുആഇനെ പതിവാക്കുമോ? നോക്കൂ, മുത്തുനബി പറയുകയാണ്, ഇദാ അസ്ബഹ്ത, സുബ്ഹിയുടെ സമയമായാൽ, പ്രഭാതം പുലർന്നാൽ, അതായത് സുബ്ഹിയുടെ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബ്ഹിയുടെ സമയത്ത് നീ ഒരു ദുആഇനെ ചൊല്ലണമെന്ന് പറഞ്ഞു കൊടുത്ത ദുആണ്. ഒരുപാട് ആളുകളിലേക്ക് അറിവെത്തണം. അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഇതെത്തും. അതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഷെയർ ചെയ്യണമെന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് അറിയുന്ന അറിവാണല്ലോ, അത് പറഞ്ഞു കൊടുക്കണം. നോക്കൂ, ദുആ ഇതാണ്, ദിക്ർ ഇതാണ്. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി എന്ന് പ്രത്യേകമായി നിങ്ങൾ രാവിലെ സുബ്ഹിയുടെ സമയത്ത്, നിങ്ങൾ പ്രഭാതത്തിൽ നിങ്ങൾ പറയണം. എഴുന്നേറ്റ ഉടനെ ഒക്കെ നിങ്ങൾ അധികമായി പറയണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ദുആ ചെയ്തിട്ട് അങ്ങനെ ആ ദിക്റൊക്കെ ചൊല്ലി നിങ്ങൾ എഴുന്നേറ്റ് സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആ ദിവസത്തിൽ പ്രഭാതങ്ങളിൽ ഭക്ഷണങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ കാവൽ, ഭക്ഷണത്തിലും മറ്റ് റിസ്കിലൊക്കെ വലിയ വിശാലതയും കിട്ടും. അള്ളാഹു അങ്ങനെ വിശാലതയുള്ള സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും.